ഹലോ എവരിവൺ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇടിയൻചക്ക തോരന്റെ റെസിപ്പിയുമായിട്ടാണ്. ഈ കാണുന്ന കുഞ്ഞൻ പ്ലാവിൽ നിന്ന് നമുക്ക് ഇടിയൻചക്കയ്ക്ക് പരുവായിട്ടൊരു ചക്ക നമ്മൾ വെട്ടിയെടുക്കുന്നുണ്ട്. ചക്ക വെട്ടിക്കൊണ്ടുവന്നപ്പോഴേക്കും എന്റെ അമ്മൂമ്മ പറഞ്ഞു ഞാൻ മുറിച്ചുതരാന്ന്. അമ്മൂമ്മയ്ക്ക് എപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ചക്കയുടെ മേലത്തെ കരിമ്പുള്ളി ചെത്തിക്കളഞ്ഞതിന് ശേഷം ചക്ക ചെറുതായി അരിഞ്ഞെടുക്കുക. അരിഞ്ഞു വെച്ച ചക്ക നമ്മൾ കുക്കറിലിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ചക്കയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, വെള്ളവും മഞ്ഞപ്പൊടിയും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ഈ പ്ലാവിന്റെ ചക്ക കുറച്ച് കട്ടി കൂടിയ കാരണം ഒരു 3 വിസിലെങ്കിലും കേൾക്കുന്നവരെ നമുക്കിത് വേവിച്ചെടുക്കണം. അരപ്പിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു അരമുറി തേങ്ങ, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ജീരകം, 2 പച്ചമുളക്. തേങ്ങയും പച്ചമുളകും ജീരകവും കൂടെ മിക്സിയിലേക്ക് ഇട്ടതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂണ് കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ആ ചക്ക ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് ചൂടാറാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ചൂടാറിയ ചക്ക നമ്മളൊന്ന് ചെറുതായിട്ട് ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. അരപ്പും ചക്കയും റെഡിയായി കഴിഞ്ഞതിന് ശേഷം നമ്മളിത് അടുപ്പത്തേക്ക് ഒരു ഉരുളി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ 1 സ്പൂൺ അളവിൽ ഉഴുന്ന് പരിപ്പും കുറച്ച് കടുകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഉഴുന്നുപരിപ്പിന്റെ കളർ ഒരു ഗോൾഡൻ കളർ ആവണ വരെ നമ്മൾ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. ഉഴുന്നുപരിപ്പിന്റെ കളർ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് ഒരു 2 മിനിറ്റ് ഇളക്കിക്കൊണ്ടിരിക്കും. 2 മിനിറ്റിന് ശേഷം നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന ചക്കയും കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ചക്കയും അരപ്പും നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് ഒരു 3-4 മിനിറ്റ് കൂടെ വേവിച്ചെടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്യാം. സ്വാദിഷ്ടമായ ഇടിയൻചക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. റെസിപ്പി ഇഷ്ടമായ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്സ് ഉണ്ടെങ്കിൽ കമന്റ്സിലൂടെ അറിയിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.